ഇതൊരു ഫിഷ് ടാങ്ക്. ഈ ഒരു ഫിഷ് ടാങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ്. ഇതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും ഒരു ജോലികളുണ്ട്. ഇതിലെ മെയിൻ ആളാണ് ആ പോകുന്ന അരോണക്കുട്ടൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയൊക്കെ ആക്കിയിട്ടുള്ളത്. ഇത് കണക്കാണ് ഓരോ ടാങ്കിലും ഓരോ ജോലികൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കും ആൾക്കാർക്ക്. അപ്പോൾ ഈ അരോണയുടെ ഈ കൂട്ടുകാരനാണ് നമ്മളെ സിൽവർ ഷർട്ട് എന്ന് പറയുന്നത്. അവർ അടി കൂടെ എടുക്കുകയൊന്നുമില്ല. അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ അടി കിടക്കണ മണലൊക്കെ ഒന്ന് തരം തിരിച്ച് ഒന്ന് റെഡിയൊക്കെ ആക്കി അടിവശമൊക്കെ ഓക്കെ ആക്കി എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാക്കി അതിനെയൊക്കെ എടുത്ത് തിന്ന് അവരങ്ങ് കഴിഞ്ഞോളും. ഈ ടാങ്കിന് ഭയങ്കര ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ പാരറ്റ്സിന് ഉപയോഗിക്കും. ഇതാണ് പാരറ്റ്. ഈ കാണുന്ന ഈ അടിയിൽ ഗോൾഡ് ഫിഷല്ല പാരറ്റ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഭംഗി കൂട്ടാനും അവർ ആക്റ്റീവായിട്ട് ഒരു ടാങ്ക് നല്ല രീതിക്ക് ആക്റ്റീവാക്കി നിർത്താനും ഇവരെ കൊണ്ട് സാധിക്കും. എങ്കിൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ആൽഗാസിനെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഫോം ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് pH ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി ഈ കാണുന്നവൻ ഉണ്ട്. ഇതൊരു സ്നെയിലാണ്, ആപ്പിൾ സ്നെയിലാണത്. ഇവൻ ഡ്യൂട്ടി മുടക്കാതെ തന്നെ ചെയ്യുന്നത്. ഇപ്പം ഇവൻ pH-ലും കാര്യങ്ങളും അവർ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. കാര്യം pH മാറിക്കഴിഞ്ഞാൽ ഇവൻ്റെ തോടൊക്കെ ഒന്ന് ദ്രവിച്ച് ഇവൻ ചിലപ്പോൾ ചത്തു. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഇവൻ നല്ല രീതിക്ക് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം വേറൊരാൾ ഇവിടെ എവിടെയും ഒളിച്ചിരിപ്പുണ്ട്. അവൻ അതിന് കണ്ടുപിടിക്കണം. അവൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വരും. സക്കറാണ് സക്കർ. അവനും ഇതേ ഡ്യൂട്ടി തന്നെ ചെയ്യുന്നത്. സക്കറിനെക്കാളും ഡ്യൂട്ടി നല്ല രീതിക്ക് ഇവൻ ചെയ്യും. സക്കർ അപ്പുറത്ത് അപ്പുറത്ത് കാണുന്ന ആ ഒരു ഗ്ലാസ് മൊത്തം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. സക്കർ നിൽപ്പുണ്ട്. ആളിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ ചെറിയ ആൽഗാസും ഈ ചെറിയ ഈ അഴുക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പിടിച്ചൊക്കെ ഇരിക്കും. ആശാൻ അവിടെയൊക്കെ വൃത്തിയൊക്കെ ആക്കി നല്ല നീറ്റൊക്കെ ആക്കി എടുക്കും. അതേസമയം ഗോൾഡ് ഫിഷിന് വേറെ കുറച്ച് ജോലികൾ ഒന്നുമില്ല. അവരെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പുള്ളിയുടെ ആഹാരമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ പീസ് നമ്മൾ 15 രൂപയ്ക്കും 20 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ചെറിയ പീസൊക്കെ ആണെങ്കിൽ 10 രൂപയൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തരുന്നതായിരിക്കും. പിന്നെ ഇവൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിങ് ആണ്, മൊത്തം വാച്ചിങ്. ഒരു ടാങ്ക് എവിടെ തൊട്ട് ഏത് വരെ ഉണ്ട് അതിൻ്റെ നീളം വീതിയൊക്കെ നോക്കിയിട്ട് അങ്ങ് അറ്റമൊക്കെ പോയി അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഇവിടെ ഒരു ഗൗരച്ചേട്ടൻ നിൽപ്പുണ്ട്. ആശാൻ കൂടെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഗൗരനെ പിടിച്ചതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഗൗര ഒന്നിൽ അരോണനെ കൊത്തും, അല്ലെങ്കിൽ എല്ലാവരെയും കൊത്തി ഓട്ടിക്കും. അതുകൊണ്ടാണ് ഇവനെ ഇതിൻ്റെ അത് പിടിച്ചിട്ടേക്കുന്നത്. എന്നാലും ഇവർ ഭയങ്കര കൂട്ടുകാരാണ്. പിടിച്ചിട്ട് കഴിഞ്ഞാൽ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇവരെ നമ്മളങ്ങനെ പിടിച്ചിടാറില്ല. അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. പിന്നെ ഇവൻ നമുക്ക് ഭാഗ്യമൊക്കെ തരുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഉള്ളതൊക്കെയാണ്, കുറച്ചൊക്കെ ഉള്ളതൊക്കെയാണ്. കൂടുതലും ഇല്ലാത്തതൊക്കെയാണ്, എന്നാലും കുറച്ചൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രാത്രി നമ്മൾ ഡ്രസ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര റിലാക്സാണ്. അതേസമയം നമ്മളൊന്നുമില്ല, നമ്മൾ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡ്രസ്സാവും. അതേപോലെ തന്നെ എന്താ പറയുക, കൊച്ചു കുട്ടികൾക്കും ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ടാങ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്ര പറയാനാണ് വന്നത്. ഓക്കെ, താങ്ക് യു.